നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ 5 വർഷത്തിന് മുമ്പ് ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് ഇതേ ദിവസമല്ലേ പരിചയപ്പെട്ടെ? ശരിയാ. ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ നീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഒരു വലിയ ചേച്ചിയാണെന്ന് വിചാരിച്ചേ. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, നീ ഒരു കൊച്ചു കൊച്ചാണ്, ഈ ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൊച്ചു കൊച്ചാണ് വിചാരിച്ചത്. എടി ഞാനന്ന് ഗെയിം കളിക്കുമല്ലായിരുന്നു, ഒരു സിനിമ കാണുമായിരുന്നു. അല്ല ഞാനത് ഈ സിനിമയാ കണ്ടേ. അതൊക്കെ എന്തിനിപ്പൊ നോക്കുന്നേ? ഞാൻ വിചാരിച്ചു നിനക്ക് ഭയങ്കര ജാടയായിരിക്കുന്നു, പക്ഷെ നമ്മൾ പെട്ടെന്ന് കമ്പനിയായല്ലേ. ശരിയല്ലേ, നമ്മളെല്ലാരും എന്ത് കമ്പനിയാ. നമ്മളോട് പഠിക്കാൻ വന്ന കുറെ പേർക്ക് ജോലിയൊക്കെ കിട്ടി അങ്ങ് പോയല്ലേ, പക്ഷെ അവരൊക്കെ മിസ് ചെയ്യുന്നു. നീ അവളി ഞാൻ ജോലിയും കൂടിയൊന്നും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. അതങ്ങനെ ഈ സോമം വെച്ച് ആര് വിളിക്കാനാ? നമ്മൾ ഭയങ്കര വൈബല്ലേ. ശരിയല്ലേ, നമ്മളെല്ലാരും ഒരുമിച്ച് ഒരു കുടുംബം പോലെ അല്ലേ. ഞാൻ രാത്രിയിൽ എന്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടൈം ഈ കരയോക്കട്ടത്തിലാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കും, അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും, നമ്മൾ ഷാഗിയുടെ പിള്ളേരോടെ കളിക്കാൻ പോകും. അതൊക്കെ ഒരു വൈബല്ലേ. ശരിയല്ലേ, അവന്മാരെ തല വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിക്കുക, അവന്മാരെ തിരിച്ച് നമ്മളെ നനപ്പിച്ച് വീട്ടിൽ വിടുക, എന്നിട്ട് അമ്മയുടെ നിന്ന് വഴക്ക് കേൾക്കുക. അയ്യോ, വീട്ടിലോട്ട് നനഞ്ഞു കുളിച്ചൊരു പോക്കുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമ്പലം കരയോക്കട്ട ഒരു വൈബ് തന്നെ.